നന്ദു കേജി, നന്ദു കേജി, നന്ദു ആ കേറ്. എന്താ നന്ദു ലേറ്റ് ആയത്? അവനാ ജഡാലോറി നോക്കി നിന്നതാ ടീച്ചറെ. അല്ലട ജഡായു. ആരടാ പറഞ്ഞത്? മണവാളൻ ചേട്ടനായിരുന്നോ? എടാ മനോജേ, ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ അങ്ങ് ഡോക്ടറും എഞ്ചിനീയറും ആയി. എന്തിന് അങ്ങ് ISR വരെ എത്തിയ പിള്ളേരുണ്ട്, അതും അങ്ങ് വലിയ നിലയില്. നീയൊക്കെ ഏത് കാലത്ത് നന്നാവൂടാ? ഈ പറയുന്ന ടീച്ചർ ഇതുവരെ നന്നായോ? എന്താ പറഞ്ഞേ? അയ്യോ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ടീച്ചർ പഠിപ്പിച്ച പിള്ളേരെല്ലാം വലിയ നിലയിലായി. ടീച്ചർ എപ്പോഴും പുരോഗതി ഇല്ലാതെ ഇവിടെ കഞ്ഞിയും കറിയും വിളമ്പി നടക്കുകയല്ലേ? നീ എഴുതി വെച്ചു, പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് തറുതല പറയുന്ന പിള്ളേര് ഒരു കാലത്തും ഗുണം പിടിച്ചിട്ടില്ല. എന്നിട്ട് പോയിക്ക് അത്ര കുത്തു വെച്ചു തരും. എന്താ സാറേ? മോളെ കയറുക. ഇത് ഗായത്രി, നമ്മുടെ പ്രഭ ടീച്ചറിന്റെ മോളാണ്. എക്സാം കഴിയുന്നവരെ ഈ കുട്ടി നമ്മുടെ കൂടെ കാണും. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പെണ്ണുങ്ങളുടെ കാര്യം എന്നോട് പറയരുതെന്ന്. നീ ആരാ ഋഷ്യസുണ്ടല്ലോ? നിന്നെ അമ്മ ഇവിടുത്തെ ടീച്ചർ എന്ന് പറഞ്ഞു ഇത്രയും പേടിക്കുന്ന കാര്യമൊന്നുമില്ല. അളിയ മഷിയുണ്ടോ? അവിടെ അല്ലേ, ഇവിടെ ഇച്ചിരി മഷി തരൂ. എനിക്ക് പിന്നെ തന്നാ മതി. അളിയ മണവാള, ഞങ്ങളെ തമ്മിൽ നല്ല മാച്ചാണല്ലേ അളിയ? പിന്നല്ലളിയ, ക്രിക്കറ്റ് കളിയെ പോലും കാണണടാ ഇത്രയും നല്ലൊരു മാച്ച്. കരയില്ലേ? കരയാതെ മോളെ, ഇപ്പൊ ഈ പേന വെച്ച് പരീക്ഷ എഴുത്. അമ്മ ഇപ്പൊ വരുമെന്ന് മോളെ, കരയാതെ കേറിപ്പോടാ മോളെ. നീ കരയാതെ മോളെ ഈ പേന വെച്ച് പരീക്ഷ എഴുത്. നല്ല കുട്ടിയല്ലേ, ഞാൻ പറയുന്നേക്ക്. എന്താ ടീച്ചറെ? ഞാൻ വിളിപ്പിച്ചതേ, കുഞ്ഞ് ഭയങ്കര കരച്ചില്ല. അവളുടെ പേന കാണുന്നില്ല. ഞാൻ വേറെ പേന വെച്ച് എഴുതാൻ പറഞ്ഞിട്ടും എഴുതുന്നില്ല. അയ്യോ, അതെന്താന്നറിയോ ടീച്ചറെ? അവളുടെ മുത്തച്ഛൻ കൊടുത്ത പേനയാ, അതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റാ. അതാ ഇത്ര സങ്കടം. മോളെ, അത് നീ രാവിലെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടാവും. ഇല്ല അമ്മേ, ഞാൻ എടുത്തതാ. ഉറപ്പാണോ? ആ, എനിക്ക് ഉറപ്പാ. എല്ലാരും കേൾക്കാൻ ചോദിക്കുക, ആരെങ്കിലും പേന എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേ. മോളെ, എന്ത് ടൈപ്പ് പേന? എന്താ കളറ്? സാറേ, അതൊരു ഹീറോ പേനയാ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ടീച്ചറെ എല്ലാവരും ബോക്സ് വെക്കി, ഞാൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? നിന്റെ ബോക്സ് എവിടെ? എടുത്തു വെച്ചേ, കൊണ്ടുവന്നില്ലേ? ഇതാണോ മോളുടെ പേന? ഇതാരുടെ കവറാ? ചോദിച്ചില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ഇതാരുടെ കവറാണെന്ന്. ഞാനല്ല, സത്യമായിട്ട് അമ്മയാണ് സത്യം, ഞാനല്ല. ടീച്ചർ എവിടെയും എന്തിനാണ് നീ പേന മോഷിച്ചേ? സത്യമായിട്ട് ഞാൻ മോശമില്ല സാറേ. കട്ടതും പോരാ, കള്ളം പറയുന്നടാ.
മോഷ്ടിക്കാൻ നടക്കുന്നുണ്ടോ കള്ള? അങ്ങോട്ട് ഇറങ്ങ. ഞാൻ മോശമില്ല സാറേ. സാറേ സാർ സത്യമായിട്ട് ഞാൻ സാറേ. പിന്നെ ആരാടാ? ഇറങ്ങ് വെളിയില്. സാറേ 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 ഞാൻ എടുത്തില്ല. അമ്മയാണ് സത്യം. നീ നടക്ക്, നീ അങ്ങോട്ട് നടക്ക്. സാറേ 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 നടക്ക്, നടക്ക്. എടുത്തില്ല. ഇങ്ങനെയാണ് ചേട്ടൻ. രണ്ടെണ്ണം കൂടെ കൊടുക്ക് സാറേ, എന്നാലേ അവൻ സത്യം പറയുള്ളൂ. സാറേ മതി. എന്തിനാ നന്ദു പഠിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെയൊക്കെ? ഞാൻ ജയിലിലടി സാർ, സത്യമായിട്ട് ഞാൻ ജയിലിലടി സാറേ. ഇടയ്ക്കൊക്കെ ഓർക്കണേ. പോയിട്ട് പറ്റിയാൽ ഇറങ്ങാം. പോയിട്ട് വരട്ടെ. മോളെ നന്നായി പഠിക്കണം കേട്ടോ. മോളെ കേറിക്കേ. മിസ്റ്റർ നന്ദു, എന്തോ നാടേത് ഈ പേന കേസ് ഇതുവരെ വിട്ടില്ലേ? ആന്തര അങ്ങനെ ഒരു ടോക്ക്. എടി എന്തോ നീ കണ്ടോ, എന്നെങ്കിലും ഞാൻ അവളെ കാണും, എന്റെ നിരപരാധിത്വം തെളിയിക്കും. പിന്നീടല്ലേ എന്റെ ഇഷ്ടം ഞാൻ അവളോട് പറയും. പിന്നെ കൊലക്കേസാണല്ലോ, ആ കൊച്ചിനെ ഞങ്ങൾ ഓർമ്മ പോലും കാണത്തില്ല. അപ്പോഴാ ഇടാ അച്ചച്ചി എന്തൊരു ഡാർക്ക് ഫാന്റസി ആടി. നീ പൊക്കടിനൊക്കെ എന്റെ അടുത്ത് നിൽക്കണ്ട. അവന്മായി തങ്കക്കുടം എടാ ഞാൻ കുളിച്ചോണ്ടിരിക്കായിരുന്നു, അതാ എടുക്കാഞ്ഞത്. എന്തായി? അത് ശരി. എപ്പ? പിന്നെ എടാ പിന്നെ എന്തിനാ മുത്തേ ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. ഇല്ലടാ അതൊക്കെ സെറ്റാക്ക, അടിപൊളിയാവും. ഏയ് ടിവിയില, ഞാനിപ്പോ ഇറങ്ങും. നീ ഞങ്ങളുടെ ഈ സമയത്ത് പാതിരാത്രിക്ക് കയറി തനത്തെ വിളമ്പി തിന്നണം. അന്നപൂർണ്ണ കഴിയാതെ ഞാനിവിടെ നേക്കത്തില്ല. അന്നപൂർണ്ണ മനുഷ്യനോട് ഒരു നേരത്തെ അന്നം തരുന്നതിനാണ്. ഇവിടെ പറഞ്ഞടാ.